ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കോടീശ്വരന്മാരായ മരുമക്കളില്ലേ മാധവന്. അതുകൊണ്ട് പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഭാഗ്യവാനാണ് മാധവൻ എന്നാ എല്ലാവരുടെയും ധാരണ. അവരെ കുറ്റം പറഞ്ഞിട്ടെന്താ കാര്യം? അവിടെ ഇരുന്നോ മോനെ. ഇതൊന്ന് പോസ് ചെയ്ത തൽക്കാലം. മോനെ, അച്ഛൻ പെണ്ണിന്റെ വീട്ടുകാരായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. പെണ്ണിന് നിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരു ഫോർമാലിറ്റി ഇല്ല. അതെ, ജാതക പൊരുത്തം നോക്കൽ, മോതിര കൈമാറ്റം അതൊന്നും വേണ്ടെന്ന പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞതേ. പിന്നെ അത് മാത്രമല്ല, പെട്ടെന്ന് തന്നെ വിവാഹം നടത്താനും അവര് തയ്യാറാണ്. ശ്യാമേ, നിനക്ക് എന്താടാ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഒരു താല്പര്യമില്ലാത്തതുപോലെ? കല്യാണത്തിന് നീ സമ്മതം പറഞ്ഞോണ്ടാ ഞാൻ ഇത്രയൊക്കെ മുന്നോട്ട് പോയത്. ഇനി വാക്കുമാറ്റം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ആ, ഉണ്ടാകരുത് കേട്ടോ. പിന്നെ പരമ്പരാഗത രീതിയിലുള്ള പെണ്ണുകാണലൊന്നും നമ്മുടെ ഈ പെൺകുട്ടിയെ തീരെ താല്പര്യമില്ല. സാരമില്ല, ഇത് ഇപ്പോഴത്തെ ജനറേഷൻ അല്ലേ. അവള് പറയുന്നതേ ഏതെങ്കിലും നല്ല ഒരു കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന്. അത് നന്നായി. ആ, പെണ്ണിനെ കെട്ടി ഒരുക്കി മുന്നിൽ എഴുന്നള്ളിക്കുക, ഒരു കാഴ്ച വസ്തുവിനെ പോലെ നോക്കിയിരിക്കുക, ആ ഏർപ്പാടിനോടൊന്നും എനിക്കും യോജിപ്പില്ല. ആണല്ലോ. ആ, നിനക്ക് യോജിപ്പില്ലാത്ത കാര്യത്തിൽ പെണ്ണിനും യോജിപ്പില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നല്ല ഭാര്യാഭർത്താക്കന്മാരായിരിക്കുമെന്നാ. പിന്നെ നല്ല വായനാശീലമുള്ള കുട്ടിയാ. സ്വന്തമായിട്ടൊരു ലൈബ്രറി തന്നെയുണ്ട്. നിനക്കുണ്ടല്ലോ ഈ വായനാശീലവും പുസ്തകശേഖരണവും ഒക്കെ. അതും നല്ലൊരു ലക്ഷണമാ. കബഡി നേരത്തെ ഗണിക്കാതെ തന്നെ 2 ചേർച്ചകൾ അച്ഛൻ കണ്ടുപിടിച്ചല്ലോ. അതും നല്ല ലക്ഷണം തന്നെയാ. പിന്നെ നീ മൊബൈലിലിട്ട പെണ്ണിന്റെ ഫോട്ടോ കണ്ടതല്ലേ? ആ, കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ. ഇനിയും കുറച്ചു പ്രാവശ്യം കണ്ടുവെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? അച്ഛനാകെ തെറില്ല. വിവാഹത്തിന് സമ്മതം മൊഴിയെങ്കിലും ഞാൻ ഇനി മാനസികമായിട്ട് തയ്യാറായിട്ടില്ല. വർഷയുടെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. മൊബൈലിലിട്ട പെണ്ണിന്റെ ഫോട്ടോ കണ്ടെന്ന് അച്ഛനോട് എനിക്ക് കള്ളം പറയേണ്ടി വന്നു. ഫോട്ടോ കാണാൻ എനിക്ക് ഒരു താല്പര്യമില്ല.
എങ്കിലും ഒന്ന് കണ്ടേക്കാൻ. ആ, കാണണ്ടെന്നാ മനസ്സ് പറയുന്നത്. ആ അളിയ പറഞ്ഞോ. ധർമ്മസംഘത്തിലായല്ലോ എന്റെ ഭഗവതി. ജോലിയില്ലെന്ന് ചന്ദ്രിക അറിഞ്ഞ അവൾ ആകെ തകർന്നു പോകും. അത് പാടില്ല. അടുത്ത ശമ്പള തീയതിയും നോക്കി കടം വീട്ടാനായി കാത്തിരിക്കുന്ന ചന്ദ്രനോട് ഞാൻ എന്ത് സമാധാനം പറയും? ആരോടെങ്കിലും കുറച്ച് പണം കടം വാങ്ങാമെന്ന് വെച്ചാ ആരാ ഇപ്പൊ എനിക്കത് തരുന്നത്? അഥവാ തന്നാലും അതെങ്ങനെയാ മടക്കി കൊടുക്കുന്നത്? തിരിച്ചു കൊടുക്കാൻ വഴിയില്ലാത്തവൻ കടം വാങ്ങിയ അതവസാനം വലിയ അപമാനത്തിലേക്ക് കലാശിക്കും. കോടീശ്വരന്മാരായ മരുമക്കളില്ലേ മാധവന്. അതുകൊണ്ട് പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഭാഗ്യവാനാണ് മാധവൻ എന്നാ എല്ലാവരുടെയും ധാരണ. അവരെ കുറ്റം പറഞ്ഞിട്ടെന്താ കാര്യം? മാധവേട്ടൻ എന്താ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നേ? ഒന്നുമില്ല. ദേ, ഇത് മാധവേട്ടനുള്ള ഭക്ഷണപ്പൊതിയാ. ഇതെന്തിനാ വേറെ ഭക്ഷണപ്പൊതികള്? മാധവേട്ടനൊപ്പം ജോലി ചെയ്യുന്ന കൂട്ടുകാർക്ക് കൊടുക്കാനുള്ളതാ. അവർ ഈ പൊതിച്ചോറ് കഴിച്ചു കഴിയുമ്പോ മാധവേട്ടൻ അവരോട് ഭക്ഷണത്തെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കണം. എന്നിട്ട് അവര് പറയുന്ന അഭിപ്രായം കൃത്യമായിട്ട് എന്നെ വന്ന് അറിയിക്കുകയും വേണം. അത് കൊള്ളാമല്ലോ. ഒരു പൊതിക്ക് പോലും നിവൃത്തിയില്ലാത്ത സമയത്താണോ കൂട്ടുകാർക്ക് ഭക്ഷണപ്പൊതി കൊടുത്ത് അഭിപ്രായം അറിയുന്നത്? അന്നദാനം മഹാദാനം എന്നല്ലേ പറയുന്നത്. നമുക്ക് ഉറപ്പായിട്ട് അതിന്റെ പുണ്യം കിട്ടും. മാനത്തെ കൊട്ടാ